2 ദിവസമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി വയ്യായ്മകളുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായിട്ടില്ല, എന്തുവാ പ്രശ്നമൊന്നും തിരിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് ഓൾറെഡി ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ മാസം വരെ ഞാൻ നോക്കിയിട്ട് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഇതൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഭയങ്കരമായിട്ട് എനിക്ക് ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ഞാൻ അവിടുത്തെ BP ടെസ്റ്റൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ടെസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് BP ഹൈ ആയിട്ട് കണ്ടു. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ സംസാരിക്കുന്നില്ല, സൈലൻ്റായി എന്നുള്ള എല്ലാവരുടെ ഒരു സങ്കടമായിരുന്നു. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പം BP ഹൈ ആണെന്ന് പറഞ്ഞു. ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഉളിക്കൽ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി BP ഒരു 190 മേലെ, അല്ലാതെ 200-അടുത്തൊക്കെ ഒരു BP ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മളെ ആദ്യം ടാബ്ലറ്റ് തന്നു. അരമണിക്കൂറിന് ശേഷം പിന്നെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം BP ഓൾറെഡി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എനിക്കൊരു നോർമലിൻ്റെ അടുത്തേക്ക് പോലും ആയിട്ടില്ലായിരുന്നു. പിന്നെ അരമണിക്കൂറിന് ശേഷം പിന്നെ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഓൾറെഡി എനിക്ക് BP ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ കൊളസ്ട്രോൾ ഇല്ല എന്നൊന്നും നോക്കണ്ട, ചിലപ്പം കൊളസ്ട്രോൾ ഉണ്ടാകാം, അപ്പം ജസ്റ്റ് ഇതും കൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊളസ്ട്രോൾ നോക്കിക്കഴിഞ്ഞപ്പം അതും എനിക്ക് 300-അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയൊക്കെ ഇതായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഒത്തിരി മടിയായിരുന്നു. ഇന്ന് പൊന്നൂസ് രാവിലെ എണീറ്റ് എല്ലാ ദിവസവും പൊന്നൂസ് നേരം വെളുക്കുമ്പോൾ എണീക്കുന്ന പാടെ എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്നുള്ളൊരു സംഭവമായിരുന്നു. എന്നെ പലരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് ഞാൻ പഴയതിനേക്കാളും ഓക്കെയാണ്. ഇന്ന് കുറച്ചും കൂടെ എനിക്കൊരു മാറ്റമൊക്കെ ഉണ്ട്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഓക്കെയാണ് കേട്ടോ. ഞാൻ ഇത്രത്തോളം നെഗറ്റീവ് എനർജി ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അത്രത്തോളം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് BP ഇച്ചിരി ലോ ആയപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒക്കെ ഭാഗമായിരിക്കാം. കാരണം BP ഒന്നും ഒരിക്കലും ജീവിതത്തിൽ വരാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇമ്മ്യൂണോതെറാപ്പിയുടെ ഭാഗമായിരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ഇതെല്ലാം കടന്നു പോകണമെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതൊന്നും സന്തോഷത്തോടെ എടുക്കുക. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇന്ന് മനസ്സിലായതുകൊണ്ട് ഇനി ആ രീതിക്ക് മുമ്പോട്ട് പോകാം. ഓൾറെഡി കൊളസ്ട്രോളിൻ്റെ ഗുളികയും കൂടെ ഇന്ന് എനിക്ക് സ്റ്റാർട്ടാക്കാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ കേട്ടോ, നാളെ കാണാം.